ഹായ് എവരിവൺ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി ഹീലിംഗ് റെജുവിനേഷൻ്റെ ഒരു മ്യൂസിക്കാണ് സബ്ലിമിനൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. ഓക്കെ, 3 മിനിറ്റിൻ്റെയാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. നിങ്ങൾക്ക് എപ്പോഴേലും ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, സോ ഇന്നത്തെ ഒരു കോട്ട് തുടങ്ങാം. മെയ് 18 നിന്ന്. സ്വയം മറന്ന് മാനവ സേവനം ചെയ്യുന്നവർ സമ്പൂർണനായി തീരും. യെസ്, സോൾ പർപ്പസ് ചെയ്യാം. നമ്മളെ മറന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്കിലേക്ക് മഞ്ഞ ലോകത്തിലേക്ക് മുങ്ങിപ്പോവാതിരിക്കുക. അതാണ് പറയുന്നത്. നമ്മൾ ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കും സോൾ പർപ്പസ്. എല്ലാവരും സോൾ പർപ്പസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു എംപാത്ത് അല്ലെങ്കിൽ കൈൻഡ്നെസ്, മറ്റുള്ളവരോടുള്ള ഒരു ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് കാണാനുള്ള ആ ഒരു മനസ്സും കരുത്തൊക്കെ നമ്മൾക്ക് കിട്ടുന്നതാണ്. അതാണ് മാനവ സേവനം സ്വയം മറന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഈഗോ, നമ്മുടെ ഷാഡോ ബോക്സ് ഒക്കെ മറന്ന് നമ്മൾ നല്ലൊരു പ്രവൃത്തി, മരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും നല്ലൊരു കാര്യങ്ങളും ചെയ്ത് മരണപ്പെടണമെന്ന് പറയുന്നത്. അതുകൂടാതെ അതൊക്കെ നോട്ടഡാണ്. അത് കർമ്മ കയറ്റാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് നമ്മുടെ സോളിനോട് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം. എന്താണ് ഇന്നത്തെ 9ന്റെ എനർജി എന്താണെന്ന് നോക്കാം. നല്ല രീതിയിൽ ബോഡി ക്ലെൻസിങ് നടക്കുന്നുണ്ട്. ഡീപ്പറായിട്ട് ഡിവൈൻ മാസ്കുലിൻസ് ആണെങ്കിലും ഡിവൈൻ ഫെമിനിൻസിനാണെങ്കിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ്. ചേഞ്ചസ് മീൻസ് ഒരുപാട് ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അതൊക്കെ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളതിന് ഗ്രൗണ്ടൊക്കെ ചെയ്യുക, നന്നായിട്ട് പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, വെള്ളം കുടിക്കുക, സോൾട്ട് ബാത്തൊക്കെ എടുക്കുക. ഓക്കെ, പറ്റുന്നിടത്തോളം റെസ്റ്റ് എടുക്കുക, സ്ലീപ്പ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, ഫസ്റ്റ് കാർഡ് എന്താണ്? എംപറർ കാർഡാണ് വന്നിട്ടുള്ളത്. ഫാദർ വൂൺസ്. യെസ്, ഈ വൂൺസുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫാദർ വൂൺസ്, മദർ വൂൺസ്, എന്തൊക്കെ വൂൺസ് ആണ് നിങ്ങളുടെ മാസ്കുലിൻ സൈഡ് ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ലൈഫിൽ ആക്ഷൻ എടുക്കുക, നിങ്ങളുടെ ലൈഫ് ഒന്ന് സെക്യൂർഡ് ആക്കുക. സെൽഫ് ലവ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ട് വേറെ ഇതിനും പോകാൻ പാടും. നമ്മൾക്കൊരു ആരോഗ്യ മീൻസ് കണ്ടീഷൻസ് ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വാല്യൂ ചെയ്യുന്നില്ല. നിങ്ങൾ ഓക്കെ ശേഷം മാത്രം പോവുക. ക്യൂൻ ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മദർ രീതിയിലുള്ള അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയുടെ ഭാഗമായിട്ടുള്ള സിറ്റുവേഷൻസും ക്ലെൻസിങ്ങും അല്ലെങ്കിൽ ട്രിഗേഴ്സും വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഹീൽ ചെയ്യുക. മദർ വൂൺസ് ഉണ്ട്, ഫാദർ വൂൺസ് ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ചലഞ്ചസ്, നിങ്ങളുടെ ലൈഫിൽ തേർഡ് എനർജി ആയിട്ട് വന്ന് നിങ്ങളെ മുടക്കുന്ന ബ്ലോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്? അപ്പോൾ നമ്മളിവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അവരാണോ ബ്ലോക്ക് എന്ന് അല്ല, നമ്മുടെ ഉള്ളിൽ വലിയൊരു തേർഡ് പാർട്ടി ഉണ്ട്. നമ്മൾ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡിൽ കിടക്കുന്ന ഈ തേർഡ് പാർട്ടീസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയിട്ട് പോകും. പക്ഷെ ഒരുപാട് പേർക്ക് അത് അറിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തേർഡ് പാർട്ടി നമ്മളൊരു പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു എന്തോ ഒരു എനർജി ക്യാരി ചെയ്ത് റിലീസ് ചെയ്യുക. ഓക്കെ.